ഇന്ത്യയുടെ ചുണക്കുട്ടിയായിട്ടുള്ള മിഗ്-21 എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു അഭിമാനവും നമ്മുടെ ചോര ഒന്ന് തിളയ്ക്കുകയും ചെയ്യും. കാരണം ഇന്ത്യ ഒരുപാട് യുദ്ധങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു യുദ്ധവിമാനമാണ് ഈ മിഗ്-21 എന്ന് പറയുന്ന യുദ്ധവിമാനം. ഇപ്പോൾ അടുത്തിടെ പോലും ഇന്ത്യ ബലാക്കോട്ട് ആക്രമണത്തിന് പോലും മിഗ് ഉപയോഗിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വളരെ ദുഃഖകരമാണ്. അതായത് വ്യോമസേനയുടെ യുദ്ധവിമാനമായിട്ടുള്ള മിഗ്-21 വിട പറയാൻ ഒരുങ്ങുകയാണ്. 62 വർഷത്തിനിടെ ശത്രുക്കളെ പലതവണ മുൾമുനയിൽ നിർത്തിയ ഇന്ത്യയുടെ ഈ വിമാനം ഇനി നമ്മുടെ വ്യോമസേന ഉപയോഗിക്കില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം. ഇന്ത്യൻ വ്യോമസേനയുടെ മുൻനിര യുദ്ധവിമാനമായിട്ടുള്ള മിഗ്-21 ഇനിയില്ല. 62 വർഷത്തിനിടെ വലുതും ചെറുതുമായിട്ടുള്ള എല്ലാ സൈനിക പോരാട്ടങ്ങളിലും ശത്രുക്കളെ പരാജയപ്പെടുത്തിയ സൂപ്പർസോണിക് യുദ്ധവിമാനത്തിന് സെപ്റ്റംബർ 19 ഔപചാരികമായിട്ട് വിട പറയാൻ ഒരുങ്ങുന്നത്. യുദ്ധവിമാനത്തോടുള്ള ആദരസൂചകമായി ചണ്ഡീഗഡ് വ്യോമത്താവളത്തിൽ ഒരു വിടവാങ്ങൽ ചടങ്ങ് ഈ യുദ്ധവിമാനത്തിനായി സംഘടിപ്പിക്കും. മിഗ്-21 നിലവിൽ പാന്തേഴ്സിൻ്റെ 23ാമത്തെ സ്ക്വാഡ്രണിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിൽ പ്രവർത്തിക്കുന്നത്. ഈ വർഷം സെപ്റ്റംബറോടെ ഇന്ത്യൻ വ്യോമസേന മിഗ്-21 യുദ്ധവിമാനങ്ങൾ ഘട്ടം ഘട്ടമായി നിർത്തലാക്കുമെന്ന് പ്രതിരോധ ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഈ യുദ്ധവിമാനം പ്രവർത്തിക്കുന്ന സ്ക്വാഡ്രൺ നിലവിൽ രാജസ്ഥാനിലെ നാൽ എയർബേസിലാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യൻ വ്യോമസേനയിലെ മിഗ്-21 വിമാനങ്ങൾക്ക് പകരമായി LCA Mark 1A യുദ്ധവിമാനം ഉപയോഗിക്കും എന്നും അവർ പറയുന്നുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർസോണിക് വിമാനം എന്ന് വേണമെങ്കിൽ നമുക്ക് മിഗ്-21 പറയാം. ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർസോണിക് ആയിട്ടുള്ള മിഗ്-21 1963 ഇന്ത്യൻ വ്യോമസേനയിൽ ഉൾപ്പെടുത്തി. 60കളിലും 70കളിലും ഈ വിമാനം സാങ്കേതിക വിജയം കൈവരിച്ചു. നിലവിൽ ഇന്ത്യൻ വ്യോമസേനയിൽ മിഗ്-21 എല്ലാ മോഡലുകളും ഉണ്ട്. 1965 ഇൻഡോ പാക് യുദ്ധം, 71 ബംഗ്ലാദേശ് വിമോചന യുദ്ധം, 99 കാർഗിൽ യുദ്ധം, 2019 ബാലാക്കോട്ട് വ്യോമാക്രമണം എന്നിവയിൽ മിഗ്-21 വിമാനങ്ങൾ നിർണായകമായിട്ടുള്ള പങ്കാണ് വഹിച്ചിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് മിഗ്-21 ജാഗ്രത പാലിച്ചിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. എന്തായാലും റഷ്യയിൽ നിന്ന് ഇന്ത്യ മിഗ്-21 വിമാനം വാങ്ങിയത് അന്ന് ഏകദേശം 125 കോടി രൂപയ്ക്കാണ്. റഷ്യയിൽ നിന്ന് ഈ വിമാനം വാങ്ങിച്ച ശേഷം ഇന്ത്യൻ സർക്കാർ 874 മിഗ്-21 വിമാനങ്ങളാണ് വാങ്ങിയിരുന്നത്. ലോകത്തിലെ 60ഓളം രാജ്യങ്ങൾ ഈ യുദ്ധവിമാനങ്ങളുടെ കൂട്ടത്തിൽ മിഗ്-21 സൂപ്പർസോണിക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഈ വിമാനത്തിൻ്റെ അപകടങ്ങളുടെ എണ്ണത്തിൽ തുടർച്ചയായി വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം ഇത് പറക്കുന്ന ശവപ്പെട്ടി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അതിനുശേഷം വിമാനം പിൻവലിക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളും ആരംഭിച്ചിരുന്നു. മിഗ്-21 ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായി തുടർന്ന ഒരു വിമാനം എന്ന നിലയിലും ഖ്യാതി നേടിയ വിമാനമാണ്. എന്തായാലും മിഗ്-21 ഇന്ത്യൻ വ്യോമസേന വിടവാങ്ങുമ്പോൾ ന്യൂസ് ഇന്ത്യ മലയാളത്തിൻ്റെയും ഒരു വലിയ സല്യൂട്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.